गांधी द्वारा तानाशाही थोप दी गई, भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आज़ादी का गला घोटा गया। इमरजेंसी के दौरान भारत के नागरिकों के अधिकार नष्ट कर दिए गए, नागरिकों से उनकी आज़ादी छीन ली गई। ये वह दौर था जब विपक्षी नेताओं को जेल में बंद कर दिया गया, पूरे देश को जेल खाना बना दिया गया। तब की तानाशाही सरकार ने मीडिया पर अनेक पाबंदियां लगा दी गई थी, न्यायपालिका की स्वतंत्रता पर अंकुश लगा दिया गया था। इमरजेंसी का वह समय हमारे देश के इतिहास में अन्याय काल का एक काला खंड था। आपातकाल इमरजेंसी लगाने के बाद उस समय कांग्रेस सरकार ने कई ऐसे निर्णय किए जिन्होंने हमारे संविधान की भावनाओं को कुचलने का काम किया। पूर्व और निर्दयी मेंटेनेंस ऑफ इंटरनल सेक्रेटरी एक्ट मीसा में बदलाव करके कांग्रेस पार्टी ये सुनिश्चित किया कि हमारी अदालतें मीसा के तहत गिरफ्तार लोगों को न्याय नहीं दे पाए। मीडिया को सच लिखने से रोकने के लिए पार्लियामेंट प्रेसिडेंटी प्रोडक्शन ऑफ पब्लिकेशन रिपील एक्ट, प्रेस काउंसिल रिपील एक्ट और प्रिवेंशन ऑफ पब्लिकेशन ऑफ ऑब्जेक्शनल मैटर एक्ट लाए गए। സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആവുന്ന വിധം കരുത്തുകാട്ടിയ പ്രതിപക്ഷത്തിന് ഉടൻ തിരിച്ചടി നൽകി ലോക്സഭയിൽ സർക്കാർ. സ്പീക്കർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അജണ്ടയിലില്ലാത്ത പ്രമേയം അവതരിപ്പിച്ചും 2 മിനിറ്റ് മൗനമാചരിക്കാനും നിർദ്ദേശിച്ചതോടെ വെട്ടിലായത് കോൺഗ്രസ്. അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാൻ കഴിയാത്ത ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തേണ്ടി വന്നു. BJP ഉന്നമിട്ടതും ഇതുതന്നെ. ഭരണഘടനയുടെ പതിപ്പുമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യ സഖ്യത്തിന് ഭരണഘടനയെ ചവിട്ടിമെതിച്ച അടിയന്തരാവസ്ഥയുമായി ചെക്ക് വയ്ക്കുമ്പോൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുള്ള സഭയാകില്ല എന്ന സന്ദേശം നൽകുകയല്ലേ കേന്ദ്ര സർക്കാർ? വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങളെ എങ്ങനെ തന്ത്രപരമായി ഇന്ത്യ സഖ്യം നേരിടും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷത്തിന് എമർജൻസി ഷോക്കോ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്, പ്രതിപക്ഷ ഐക്യം അത് വലിയ രീതിയിൽ കരുത്തുകാട്ടിയതാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ. ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഒരാളെ മുന്നോട്ട് വെച്ചു, കൊടിക്കുന്നിൽ സുരേഷിനെ. അങ്ങനെ മത്സരത്തിൽ ഞങ്ങൾ സജ്ജരാണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നില്ലെങ്കിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. അത് മത്സരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന ഈ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രമേയം അത് കോൺഗ്രസിനെ ഒരു ചുവട് പിന്നിലാക്കി മാറ്റുകയാണല്ലോ ഉണ്ടായത്. കാരണം പ്രതിപക്ഷ ഐക്യത്തിലെ മറ്റു പാർട്ടികൾക്ക് അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇതിനെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാമല്ലോ കേന്ദ്ര സർക്കാരിൽ നിന്ന്. മഞ്ജുഷ്, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ ഏറ്റവും വലിയ ഷോക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, അല്ലെങ്കിൽ 400-ൽ പരം സീറ്റുകൾക്ക് ഞങ്ങൾ വിജയിക്കുമെന്നും ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തകർത്ത് തിരുത്തുമെന്നും ഒക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്നീട് നമ്മൾ കണ്ടത് 400 എന്നുള്ളത് പിന്നീട് 300-ലേക്കും പിന്നീട് 200-ലേക്കും വരുന്ന ഒരു സാഹചര്യമാണ്. 200 ചില്ലുവാനും വോട്ട്. അപ്പം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ഷോക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി മുക്തമായിട്ടില്ല എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പാർലമെന്റിന്റെ സത്യപ്രതിജ്ഞ മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാമല്ലോ നമ്മുടെ ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ ചില ഏറ്റവും മാന്യമായ ഏറ്റവും ജനാധിപത്യപരമായ ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ കീഴ്വഴക്കങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ 10 വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അതിനോടൊപ്പം തന്നെ ഏത് രീതിയിലായിരുന്നു പ്രതിപക്ഷത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നേരിട്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് പോയിരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യണമെന്ന് സ്വയം ചാണക്യനായി പ്രഖ്യാപിച്ച അമിത്ഷായ്ക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പാർലമെന്റിൽ അജണ്ടയിലില്ലാതെയാണ് ഈ പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഒരു കീഴ്വഴക്ക ലംഘനമുണ്ട്. ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ കാണിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാറ്റിൽ പറത്തിയ ആ മര്യാദകേടുകൾ വീണ്ടും തുടരുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ ദൃഷ്ടാന്തവും തെളിവുമൊക്കെയാണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്പീക്കർ എമർജൻസിയെ കുറിച്ചൊരു പ്രമേയം എന്തിനാണ് ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേപോലെ തന്നെ വർഷങ്ങൾ ഇതേ ഡേറ്റും ഇതേ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഡേറ്റും ഒക്കെ കഴിഞ്ഞു പോയല്ലോ. അതിനെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കലോ അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ RSS ഉൾപ്പെടെയുള്ള RSSന്റെ ഒരു വലിയ വിഭാഗം ഉൾപ്പെടെ എമർജൻസിയുടെ ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, പക്ഷെ പിന്തുണച്ച സാഹചര്യങ്ങൾ പോലും ഹിസ്റ്ററിയിലുണ്ട്. ഞാൻ അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ ഏറ്റവും ഭയപ്പാടോടെ കാണുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ അജണ്ടയിലില്ലാത്തൊരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ ശക്തമായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് വളരെ ശക്തമായി അതിൻ്റെ അകത്ത് പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഈ കീഴ്വഴക്ക ലംഘനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം, കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തെ പ്രോടേം സ്പീക്കർ 2 ദിവസത്തേക്ക് പോലും അദ്ദേഹത്തെ സ്പീക്കറാക്കാനുള്ള പ്രോടേം സ്പീക്കറാക്കുവാനുള്ള സഹിഷ്ണുതയില്ലാത്ത, ഇപ്പോഴും ഈ ഇപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരാജയമാണ് അവർ BJPയെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലും അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ വലിയ രാഷ്ട്രീയ ജനാധിപത്യ മര്യാദകൾ, കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന ജനാധിപത്യ മര്യാദകൾ, അതൊന്നും ഇനിയും പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു പ്രോടേം സ്പീക്കറിനെ വയ്ക്കുവാനുള്ള അസഹിഷ്ണുത എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയാണ്. അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയമായിരുന്നു ഈ അടിയന്തര പ്രമേയത്തിന് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സ്പീക്കറുടെ പ്രമേയം. സ്പീക്കർ അത് വായിച്ചപ്പോൾ അവിടെയുള്ള ശബ്ദ കോലാഹലം കേട്ടതാണല്ലോ. പക്ഷെ അവിടെ BJPയുടെയും NDAയുടെയും ഒരു തന്ത്രമാണ് പ്രതിഫലിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 2 ദിവസമായിട്ട് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ഭരണഘടനയുടെ പതിപ്പുമായിട്ട് വന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു എന്ന ഒരു കാര്യം പുറത്തേക്ക് നൽകുകയായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സൂചനയായിട്ട് ഈ രീതിയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയതും. അപ്പോൾ അതിന് ഉടനടി ഒരു മറുപടി നൽകുക എന്ന ഉദ്ദേശ്യമായിരുന്നു ഈ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അത് മര്യാദകളുടെ ലംഘനമാണ്, കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് എന്നുള്ള കോൺഗ്രസിന്റെ നിലപാടിനോട് താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ശ്രീ മഞ്ജുഷ്, അത് കീഴ്വഴക്കങ്ങളുടെ അല്ലെങ്കിൽ മര്യാദകളുടെയൊക്കെ ലംഘനമാണ് എന്ന രീതിയിലേക്കൊന്നും ഞാൻ കരുതുന്നില്ല. അതങ്ങനെ കരുതാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പറയാതെ തന്നെ വിശദീകരിക്കാതെ തന്നെ കോൺഗ്രസിന്റെ ആൾക്കാർ അറിയേണ്ടതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് കീഴ്വഴക്കങ്ങൾക്ക് വിധേയമായിട്ടാണ് ആൾക്കാർ സത്യപ്രതിജ്ഞ പലപ്പോഴും ചെയ്തിരിക്കുന്നത്. അല്ല, ഉദാഹരണത്തിന് ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട് ജയ് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശക്തമായിട്ടുള്ള വിമർശനം
അതിലുണ്ടായതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നില്ല. BJPയുടെ ഭാഗത്തു നിന്നുമില്ല. ഇനി മറ്റൊന്ന് നമ്മൾ കണ്ടതാണ്, ഈ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടൊന്നും അല്ല സാധാരണ ഇവിടെ ആൾക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ അതും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, 100% പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഭരണഘടന പ്രകാരമാണ്. അപ്പോൾ ഭരണഘടനയുടെ ഒരു ചെറിയ ഒരു പോക്കറ്റ് എഡിഷൻ കോപ്പി കയ്യിൽ പിടിച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. തന്നെയല്ല, ഭരണഘടനയെ നിലനിർത്തുക, അതിനെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യത്തിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഈ ഭരണഘടനയെ ദുരുപയോഗിച്ചിരിക്കുന്നതിന്റെ 50ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ദിവസം എന്താണ് പ്രത്യേകത? കഴിഞ്ഞ വർഷങ്ങൾക്ക് ഇല്ലാതിരുന്ന പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 50ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയും ജൂൺ 25, 26 തുടങ്ങിയ തീയതികളിൽ ഈ സത്യപ്രതിജ്ഞ നടത്തിയിട്ട് പുതുതായിട്ട് ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ കയറുകയും ചെയ്യുന്ന സമയത്ത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണഘടനയെ ഇല്ലാതെയാക്കിയിരുന്ന, അതിനെ അവഹേളിച്ചിരുന്ന ഒരു സമയം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി സ്പീക്കർ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് അസഹിഷ്ണുത എന്തിനാണ്? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണോ? അതോ അടിയന്തരാവസ്ഥ എന്നത് നല്ല ഒരു കാര്യമായിരുന്നു എന്നാണോ? നമ്മൾ പറയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് കോൺഗ്രസിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഏറ്റവും ജനാധിപത്യത്തിന്റെ ഒരു കറുത്ത ഏടിനെ പറ്റി പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത അവർക്കില്ല. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു 2 മിനിറ്റ് നേരം എണീറ്റ് നിന്ന് മൗനമായിട്ടൊരു ആദരവോടെ അർപ്പിക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും പല സാമാജികരും അവിടെ ബഹളം വയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്? അല്ല, കോൺഗ്രസിലെ അംഗങ്ങൾക്ക് എന്തായാലും അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രമേയത്തെ അനുകൂലിക്കുവാൻ കഴിയുകയില്ലല്ലോ. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ കോൺഗ്രസ് അംഗങ്ങൾ അനുകൂലിക്കും? അതുകൊണ്ട് അവർക്ക് അത് ബഹളം വെച്ചേ പറ്റുകയുള്ളൂ. അല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. ജനാധിപത്യത്തിലാണെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിലാണെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഏറ്റവും അടുത്ത ആളായിരുന്നു നന്ദിനി സത്പതി. നന്ദിനി സത്പതിയെ പോലുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്നു. നാനി പൽക്കിവാല എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകൻ ഇന്ദിരാഗാന്ധിയുടെ വക്കാലത്ത് വേണ്ട എന്ന് വെച്ചിരുന്നത് അടിയന്തരാവസ്ഥയിൽ തുടർന്നിട്ടാണ്. പല രാഷ്ട്രീയ നേതാക്കളും, അദ്ദേഹത്തിനോടൊപ്പമുള്ള പല രാഷ്ട്രീയ നേതാക്കളും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തെറ്റിദ്ധരുത്തുമോ, ശൈലിമാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കം വന്നിരുന്നിട്ട് പറയുന്നത് എന്താണ്? ശൈലിമാറ്റം നടത്തണം, തെറ്റിദ്ധരുത്തണമെന്നാണ്. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഇന്ദിരാഗാന്ധി അവിടെ നടത്തിയിരുന്ന ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അടിയന്തരാവസ്ഥ? ഈ പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് സപ്പോർട്ട് നിയമങ്ങൾക്കില്ലാതെ യഥേഷ്ടം നിയമങ്ങൾ പാസ്സാക്കുക, തെരഞ്ഞെടുപ്പുകളെ പൂർണ്ണമായിട്ടും സംസ്ഥാന തലത്തിലാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും സസ്പെൻഡ് ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള കോടതികളുടെ സ്വാതന്ത്ര്യത്തിനെ എല്ലാം തന്നെ പരിമിതപ്പെടുത്തുക, ആൾക്കാർക്കുള്ള സിവിൽ ലിബർട്ടികൾ ഇല്ലാതെയാക്കുക, മാധ്യമങ്ങൾക്ക് അങ്ങേയറ്റത്തെ സെൻസറിംഗ് ഏർപ്പെടുത്തുക, എതിർക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും നിരോധിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. ഇത് ഒറ്റയടിക്ക് നടന്നിരിക്കുന്ന 21 മാസ കാലയളവ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്താണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതോ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടതോ എല്ലാം നമ്മുടെ നാട്ടിലുള്ള നിയമനിർമ്മാണ സഭകളിലാണ്, പാർലമെന്റിലത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജൂൺ 26-ാം തീയതിയാണ്. ഇതേപോലെ ഒരു ജൂൺ 26-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മുഖപ്രസംഗമുണ്ട്. ആ മുഖപ്രസംഗത്തിൽ പറയുന്ന വാക്കുകൾ തന്നെ വിഖ്യാതമാണ്. മലയാളത്തിലേക്ക് ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ, സത്യത്തിന്റെ പ്രിയപ്പെട്ട ഭർത്താവും സ്വാതന്ത്ര്യത്തിന്റെ സ്നേഹനിധിയായ പിതാവും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും നീതിയുടെയും സഹോദരനുമായ ജനാധിപത്യം ജൂൺ 26-ന് അന്തരിച്ചു എന്ന് പറഞ്ഞാണ് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ മുഖപ്രസംഗം ഇറക്കിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയവുമായിട്ട് ചേർന്ന് നിന്നതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഒരു പത്രം ബ്ലാങ്ക് ആയിട്ടുള്ള എഡിറ്റോറിയൽ ഇറക്കിയാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ജുഡീഷ്യൽ റിവ്യൂ ഇല്ലാത്ത രീതിയിൽ ഭരണഘടന യഥേഷ്ടം തിരുത്താം, റൂൾ ബൈ ഡിക്രി എന്ന രീതിയിൽ നമുക്ക് പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് സപ്പോർട്ട് ഇല്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കാം, കോടതികളുടെ അധികാരത്തിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഓഫീസിന് സമഗ്ര അധികാരങ്ങളും നൽകാം.
പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൗരനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ പൗരാവകാശങ്ങൾ എന്തൊക്കെയാണോ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല എന്നും അതിനെ എതിർത്തുകൊണ്ട് ഭരണഘടനയെയും ജനാധിപത്യത്തിനെയും സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടായി എന്നും ആ മൂവ്മെന്റിൽ പങ്കെടുത്തിരുന്ന ജീവിച്ചിരുന്ന ആൾക്കാർക്കുള്ള ആദരവും അതേപോലെ മരണപ്പെട്ട ആൾക്കാർക്കുള്ള ഒരു ആദരാഞ്ജലിയും എന്ന രീതിയിലത്തേക്ക് നമുക്ക് 2 മിനിറ്റ് മൗനം ആചരിക്കാം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളെ കോൺഗ്രസ് തള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അന്ന് നടന്നിരുന്ന എല്ലാവിധ ജനാധിപത്യ ധ്വംസനവും കോൺഗ്രസ് ഇന്നും എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അതല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഒരു പുനർവിചിന്തനം ഉണ്ടാകണം. അങ്ങനെയില്ല. ഭരണഘടനയും നിയമങ്ങളെയും യഥേഷ്ടം തിരുത്താം. നമുക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ 42 അമെൻമെന്റ് 42 42ാം അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പല കേസുകളുടെയും ഭാഗമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ജുഡീഷ്യൽ ആയിട്ടുള്ള റിവ്യൂവിന്റെ കാര്യവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്വേച്ഛയാൽ ഭരിക്കുന്ന ഒരു സംവിധാനം, ഓർഡിനൻസുകൾ വഴി മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനം, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലാത്ത ഒരു കാര്യം, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്നതിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കറുത്ത ഏടാണ്. അത് കറുത്ത ഏടാണ് എന്ന് പറയുന്നതിനോ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ തള്ളി പറയുന്നതിനോ അതിന്റെ ഓർമ്മപ്പെടുത്തലിനെ പോലും എതിർക്കുന്നതിനോ കോൺഗ്രസ് ശ്രമിച്ചാൽ അതിന് ഞാനൊരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ചോദിക്കുന്നത്, നിങ്ങൾ അതിനെ ഇന്നും എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നത് ആശയവിരുദ്ധതയായിട്ടാണോ നിങ്ങൾ ഇപ്പോഴും കാണുന്നത്? അന്ന് നടന്നിരുന്ന നരാധമ പ്രവർത്തനങ്ങൾ, അന്ന് നടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശ ലംഘനങ്ങൾ എന്നതിനെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് CR നീലകണ്ഠൻ, ഇന്ന് ശശി തരൂർ ഇതിനുശേഷം ഈ ലോക്സഭയിലെ ഈ പ്രൊസീഡിങ്സിന് ശേഷം ശശി തരൂർ പറയുകയാണ് 49 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംഭവത്തിലേക്ക് അടിയന്തരമായ ഒരു ശ്രദ്ധ കൊണ്ടുവരേണ്ട ആവശ്യം ഇന്ന് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ആ വിഷയമായിരുന്നു ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കേണ്ടിയിരുന്നത്. ഇത് ഒരു പ്രത്യേക അജണ്ട വെച്ച് ചെയ്യുകയും അജണ്ടയ്ക്ക് വെളിയിൽ നിന്നുള്ള ഒരു സംഭവം കൊണ്ടുവരികയും ചെയ്തു എന്നാണ് കോൺഗ്രസ് അത് എൻഡോഴ്സ് ചെയ്യുന്നത്. ഇത് മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് അടിയന്തരാവസ്ഥക്കെതിരെ ശബ്ദമുയർത്തുന്ന സമയത്ത് അതിനെ എതിർക്കുവാൻ കഴിയുകയില്ല. കോൺഗ്രസ് എതിർത്തതുപോലെ എതിർക്കുവാൻ കഴിയില്ല എന്ന പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ആ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള തന്ത്രപരമായ സമീപനം ഉണ്ടാകുമ്പോൾ ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള മുൻ ചെയ്തികൾ കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തുമോ? അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് സമാന അനുഭവങ്ങൾ അവരുടേതായ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാം. അതൊക്കെ മുതലെടുക്കുവാനുള്ള ശ്രമമായിരിക്കുമോ പാർലമെന്റിൽ ഇനി അങ്ങോട്ട് കാണേണ്ടി വരിക? ഒന്നാമത്തെ കാര്യത്തിന് തുടക്കത്തിൽ ഞാൻ പറയട്ടെ, അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന് അതിനെതിരെ സമരം ചെയ്ത് രാഷ്ട്രീയത്തിൽ രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന അടിയന്തരാവസ്ഥയല്ല, ഞാൻ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടുള്ള ആളല്ലേ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പക്ഷേ അടിയന്തരാവസ്ഥക്കെതിരായി വന്നു, ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, അതിനുശേഷം ഇവിടെ മറ്റൊരു ഗവൺമെന്റ് ഉണ്ടായി, 42ാം ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി വന്നു, അതിൽ പലതും മാറ്റി. പക്ഷെ 1980 വീണ്ടും ഇന്ദിരാഗാന്ധി അതുപോലെ അധികാരത്തിൽ വന്നു. അന്ന് അധികാരത്തിൽ വരുമ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കാര്യം, ഇനി ഒരു അടിയന്തരാവസ്ഥ ഞങ്ങൾ പ്രഖ്യാപിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി വരുന്നത്. ഒരു സംശയവും വേണ്ട. കാരണം അതിനുശേഷം കോൺഗ്രസിന് എത്ര പ്രാവശ്യം അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടി. ഇന്ദിരാഗാന്ധിക്ക് തന്നെ 80-ൽ നല്ല ഭൂരിപക്ഷം കിട്ടി. 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. അതിനുശേഷം കോൺഗ്രസിന്റെ പല പ്രധാനമന്ത്രിമാർ വന്നു, ആരും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലല്ലോ. അതിനർത്ഥം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് അവർക്കറിയാം. അപ്പോ AK ആന്റണിയെ കുറിച്ച് നമ്മളത് പറയാം. ചരിത്രത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായി ആസാമിൽ ഗൗഹത്തി സമ്മേളനത്തിൽ വെച്ച് അതിശക്തമായി പ്രതികരിച്ച ആളാണ് കേരളത്തിലുള്ള AK ആന്റണി. കോൺഗ്രസിനകത്ത് തന്നെ നിരവധി ആളുകൾ അതിനെതിരുണ്ടായി, അത് സംശയമില്ലേ. അത് ഇപ്പോൾ ആരെങ്കിലും അടിയന്തരാവസ്ഥ ചെയ്തത് ശരിയാണ് എന്ന് എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പോലും അത് ചെയ്യില്ല. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നം മഞ്ജുഷ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, BJP ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഗാന്ധി വധത്തിൽ ജനുവരി 30-ന് 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞാൽ BJP എന്താ ആത്മാർത്ഥതയിൽ എഴുന്നേറ്റില്ല? BJPക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. കാരണം അത് വേറെ പ്രശ്നമാണ്, അവർ വേറെ അർത്ഥത്തിൽ കാണും. ബാബറി മസ്ജിദ് തകർത്തെന്ന് ഇത്ര ഇന്ത്യയുടെ മതേതരത്വം തകർത്ത, ഇന്ത്യയിൽ പിന്നെ വലിയ വർഗീയ കലാപങ്ങൾക്ക് വഴിവെച്ച ബാബറി മസ്ജിദ് തകർത്ത ദിവസം ഡിസംബർ 6-ന് ഇതുപോലെ കോൺഗ്രസ് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചാൽ BJP എന്ത് ചെയ്യും? ഇനി അതവിടെ നിൽക്കട്ടെ, ഇത് ഭിന്നത ഉണ്ടാക്കാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇന്നിപ്പോഴൊരു ദിവസം
50ാമത്തെ വാർഷികമോ 40ാമത്തെ വാർഷികമോ BJP അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ അവരത് ഉപയോഗിക്കും. അല്ലാണ്ട് അവരുടെ ജനാധിപത്യത്തോടുള്ള ആത്മാർത്ഥ്യമൊന്നുമല്ല, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ അന്നത്തെ അടിയന്തരാവസ്ഥ ഇല്ല എന്നുള്ളൂ. നിരവധി കാര്യങ്ങൾ ഒരു വിചാരണയും ഇല്ലാതെ 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അന്ന് DIR-ഉം മിസ്സയുമായിരുന്നുവെങ്കിൽ ഇന്ന് UAPA-യും മറ്റ് ദേശരക്ഷാ നിയമങ്ങളുമാണ്. ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞതും ദേശരക്ഷയ്ക്ക് വേണ്ടി ഇവരെ ജയിലിലിട്ടുന്ന. ഇപ്പോൾ മോഡി ഗവൺമെന്റ് പറയുന്നതും ദേശരക്ഷയ്ക്ക് വേണ്ടിയാണ് സുധാ ഭരദ്വാജിനെ അടക്കമുള്ള നിരവധി ആളുകളെ ജയിലിലിട്ടത്. ഇപ്പൊ അവസാനമാണ് സായിബാബ പുറത്തു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ട് തരത്തിലാണ്. ഇന്നിപ്പോ ഒരാൾക്ക് ഒരു അടിയന്തരാവസ്ഥ പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. അതിന് കാരണം 77 ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിച്ചതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ ഇപ്പോൾ അത് പുറത്തെടുക്കേണ്ട എന്നുള്ളതാണോ? ഈ ലോക്സഭയിൽ ഇത്ര താങ്കൾ നിലപാട് പറഞ്ഞില്ല. അല്ല മഞ്ജുഷേ, ബാബറി മസ്ജിദ് തകർത്തത് ഉന്നയിക്കാം, ഗാന്ധിയെ വധിച്ചത് ഉന്നയിക്കാം, ഇന്ദിരാഗാന്ധിയെ വധിച്ച ദിവസം ഉന്നയിക്കാം. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ അവരെ വധിക്കുക എന്ന് പറയുന്നത് ഒരു ദേശദ്രോഹ പ്രവർത്തനമാണ് എന്ന് BJP അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ആ ദിവസം ഇവർ എഴുന്നേറ്റ് നിന്നാൽ എന്തായിരിക്കും കോൺഗ്രസ് പറഞ്ഞാൽ എന്തായിരിക്കും മോഡിയും BJP-യും ചെയ്യുക എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മള് ഇപ്പൊ ഭരിക്കുന്ന BJP പോലും ഭൂരിപക്ഷം ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. ആ മുന്നണിയിൽ വ്യത്യസ്ത നിലപാടുകളുള്ള കക്ഷികൾ. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉദാഹരണം പറയാം. ജാതി സംവരണം വേണം എന്ന് കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ എന്തായിരിക്കും JDU നിലപാട്, എന്തായിരിക്കും TDP-യുടെ നിലപാട്, എന്തായിരിക്കും പസ്വാന്റെ പാർട്ടിയുടെ നിലപാട്? അത് BJP-ക്ക് ഒപ്പം നിൽക്കും? നിൽക്കില്ല, അവർക്ക് നിൽക്കാൻ പറ്റില്ല. മുസ്ലിം സംവരണം വേണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ് TDP. മുസ്ലിം സംവരണം വേണമെന്ന് അതിനെ എതിർക്കാത്ത ഒരു പാർട്ടിയാണ് JDU. അങ്ങനെ ഒരു പ്രമേയം വന്നാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും കോൺഗ്രസ് ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ശ്രമിക്കാം. അത് ശ്രമിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് അവരുടെ എത്തിക്സ് അനുസരിച്ചാണ്. പിന്നെ അതിന് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ BJP ഗവൺമെന്റ് ഒരിക്കലും ഒരു കീഴ്വഴക്കവും പാലിക്കാറില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ജനാധിപത്യത്തോട് ഇപ്പൊ അവർക്ക് പേടി തോന്നുന്നത് അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഈ ഭരണഘടന മാറ്റും, ഇതിലെ മതേതരത്വം മാറ്റും, ഇതിലെ മറ്റത് മാറ്റും, മറിച്ചത് മാറ്റും, ഇതിലെ മൗലികാവകാശങ്ങൾ മാറ്റും എന്നൊക്കെ പ്രസംഗിച്ചവരുണ്ട്. മനുസ്മൃതി പോലെയാകും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. BJP തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ ചെയ്യോ എന്നുള്ള വേറെ പ്രശ്നം. പക്ഷെ അങ്ങനെ പറഞ്ഞ ആളുകൾ BJP-യുടെ പാർലമെന്റ് അംഗങ്ങളായുണ്ട്. അവിടെയാണ് പ്രശ്നം. പാർലമെന്റിൽ അവരൊരു പ്രമേയം അവതരിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും വരിക? ഇപ്പൊ പറ്റില്ല. കാരണം എന്താ? BJP-ക്ക് ഭൂരിപക്ഷമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരു ഏകകക്ഷി ഏക വ്യക്തി ആധിപത്യത്തെ ഒരു കാലത്തും അംഗീകരിക്കുന്ന ആളല്ല. അത് മോഡി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും പിണറായി വിജയനായാലും ഇപ്പൊ നാളെ ഞാന് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അത് ജനാധിപത്യത്തിന് ശരിയല്ല. ജനാധിപത്യം നമ്മള് പാശ്ചാത്യ ജനാധിപത്യങ്ങൾ നമ്മൾ നോക്കിയാൽ അതിലെ മാതൃകകളുണ്ട്. ഇപ്പൊ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുമ്പോഴും ഇപ്പൊ അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡെമോക്രാറ്റാണ്. അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ചിലപ്പോൾ ഡെമോക്രാറ്റുകൾ തന്നെ അതിനെ എതിർക്കും, ചിലപ്പോൾ റിപ്പബ്ലിക്കന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ. കാരണം ജനാധിപത്യം മെച്യൂർഡ് ആയ സ്ഥലങ്ങളിൽ അത് സാധ്യമാണ്. എന്താ കാര്യം? അവിടെ പാർട്ടി മാത്രമല്ല, ആശയപരമായി ഒരു ഡെമോക്രാറ്റ് എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന ആളുകളിൽ പോലും വളരെ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവും. അതാ ജനാധിപത്യം. ഞാനൊരു പാർട്ടി പെട്ടുപോയി അതുകൊണ്ട് എന്റെ പാർട്ടി പറയുന്നത് കൂടെ ശരി, എന്റെ നേതാവ് കൂടെ പറയുന്നത് ശരി എന്ന് പറയുന്നതല്ല ജനാധിപത്യം. അതുപോലെ കൂടുതൽ എണ്ണമുള്ളവർ ഭരിക്കും, ഭരണാധികാരമുണ്ട്. തീർച്ചയായിട്ടും ഇന്നിപ്പോ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും ഭൂരിപക്ഷം അവർക്കുണ്ട്, ഒരു ജയിക്കും. പക്ഷേ പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്തും. സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്തുന്നതിന് മുമ്പ് നിർത്തിയിട്ടുണ്ട്, ചിലപ്പോൾ വളരെ അപൂർവമായി നിർത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട്. 16ാം ലോക്സഭയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ പോലും DMK-ക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ഇത്തവണ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടുമില്ല. ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ശരി, ശ്രീ CR നീലകണ്ഠൻ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇവിടെ അപ്പോൾ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രമേയം വരുമ്പോൾ കോൺഗ്രസ് ബഹളം വയ്ക്കുന്നു, അവർ മൗനമാചരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ ഭവിഷ്യത്തുകൾ അതിനെ ഇപ്പോഴും എൻഡോഴ്സ് ചെയ്യുകയാണ്, അത് ശരിവെക്കുകയാണ് കോൺഗ്രസ്. ആ ഒരു നിലപാടാണോ ഉള്ളത് എന്നുള്ള ചോദ്യം ഇവിടെ ശ്രീജിത്ത് ഉന്നയിച്ചിരുന്നു. അത് ശരിയുമാണല്ലോ. ഇത്തരത്തിലൊരു പ്രമേയമേ അവതരിപ്പിക്കാൻ പാടില്ല, അത് ചർച്ച ചെയ്യാനേ പാടില്ല എന്ന നിലപാടാണെങ്കിൽ അതിൻ്റെ അന്നത്തെ ദൂഷ്യവശങ്ങൾ കോൺഗ്രസിന് ഇപ്പോഴും അതിലൊരു കുഴപ്പവും തോന്നുന്നില്ല എന്നാണ് ഇതിനുള്ള മറുപടി. ഈ
മഞ്ജുഷ് എനിക്ക് 2 മിനിറ്റ് തരണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ എമർജൻസി എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യം എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് പുതുതായി സത്യപ്രതിജ്ഞ എടുത്തുകൊണ്ട് സ്പീക്കർ ചാർജ് എടുത്തുകൊണ്ട് പാർലമെന്റ് തുടങ്ങിയാണ്. അപ്പൊ ഈ അവസരത്തിൽ എന്താണ് ഇതിനുള്ള പ്രസക്തി എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇന്നിപ്പോ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമോ അത്തരത്തിലുണ്ടായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്കില്ലാതിരിക്കുന്ന മാധ്യമങ്ങൾക്കില്ലാതിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ, അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എമർജൻസി കാലത്ത് എന്ത് കാരണത്താലാണ് എമർജൻസി പ്രഖ്യാപിക്കേണ്ടി വന്നത്? ഞാൻ എമർജൻസിയിൽ നടന്ന ഒരു നീതികേടിനെയും ഞാൻ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ അന്ന് നടന്ന ഏതെങ്കിലും എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്ത ഏതെങ്കിലും ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്തികളെ ന്യായീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ 1-2 തവണ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് അത് ഡിക്ലെയർ ചെയ്യേണ്ടി വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എമർജൻസി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള രീതി പ്രകാരം അല്ലാതെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. അന്ന് എന്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി അത് ചെയ്തു എന്നുള്ളതിന് നിരവധി കാരണങ്ങളുണ്ട്. നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അന്നുണ്ടായിരുന്ന നമുക്കറിയാം. ഇപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രിവി പേഴ്സ് ഉൾപ്പെടെ പിന്നെ നിരോധിച്ചതിന്റെ അത്തരത്തിലുള്ള വിഷയങ്ങൾ, ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇഷ്യൂസ്, അത് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ കൂട്ടം ആളുകൾ ഒരു ഇന്റേണൽ ഇഷ്യൂ ഉണ്ടാക്കുന്നു. ഇന്റേണൽ സെക്യൂരിറ്റിക്ക് പ്രശ്നം വരുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് എമർജൻസി പ്രഖ്യാപിക്കാനായി തീരുമാനിക്കുന്നത്. എമർജൻസി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ രാജ്യം മുഴുവൻ അനീതി ഉണ്ടാകണമെന്നോ അക്രമം ഉണ്ടാകണമെന്നോ പ്രഖ്യാപിച്ചുകൊണ്ടോ അത്തരത്തിലല്ലായിരുന്നു അത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അറസ്റ്റ് നടന്നിട്ടുള്ളതും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതുമൊക്കെ അന്ന് നിയമം കയ്യിലെടുത്ത സമരം ചെയ്ത ആളുകൾക്കാണ്. തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാലോ, ഇന്നിപ്പോൾ സമരം ചെയ്യുന്ന ആളുകൾ, ഇന്നിപ്പോൾ നമ്മൾ നിയമം കയ്യിലെടുത്ത് സമരം ചെയ്താൽ, ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ടാൽ പോലീസിന് നേരെ സമരക്കാർ ചെല്ലുമ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ്, അവരെയൊക്കെ അകത്ത് ജയിലിലിടുന്നുണ്ട്. അത്തരത്തിൽ സമരം ചെയ്ത ആളുകളെ ജയിലിൽ ഇട്ടിട്ടുണ്ട്, അവരൊക്കെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അന്യായങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അത്തരത്തിൽ സംഭവിച്ച അന്യായങ്ങളുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അന്നത്തെ ഭരണകൂടത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് മഞ്ജുഷ്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ എമർജൻസി കാലത്ത് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? പ്രസ്സിന് സ്വാതന്ത്ര്യമില്ല, മാധ്യമ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമില്ല. ഇന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കൂ, എത്ര മാധ്യമങ്ങളെയാണ് ED റെയ്ഡ് ചെയ്തിരിക്കുന്നത്, എത്ര മാധ്യമങ്ങളെയാണ് അദാനി അംബാനി ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. നാഷണൽ മീഡിയ ഇപ്പൊ നമുക്കറിയാലോ, എക്സിറ്റ് പോൾ നടത്തിയത് പോലും നാഷണൽ മീഡിയ മുഴുവൻ എങ്ങനെയായിരുന്നു പ്രവചിച്ചിരുന്നത്? അങ്ങനെ മാധ്യമങ്ങളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം പാടെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പറയുന്നവരെ മുഴുവൻ EDയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമായിരുന്നില്ലേ ഇത്? ഞാൻ പറയട്ടെ, സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് എവിഡൻസ് കുത്തി നിറച്ച് അദ്ദേഹത്തെ എങ്ങനെയാണ് ജയിലിലിട്ടത്, അദ്ദേഹം എത്തരത്തിലാണ് മരിച്ചത്, കൃത്യമായ മനുഷ്യാവകാശ ലംഘനമായിരുന്നില്ലേ? ഇപ്പോൾ ഇതുപോലെ ഒരു പ്രമേയം അവതരിപ്പിക്കാനാണെങ്കിൽ ഇന്ന് രാജ്യത്തുണ്ടായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വിഷയം ഇതാണോ? ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല? മണിപ്പൂർ വിഷയത്തിൽ ഒരക്ഷരം ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടമാണിത്. ഈ സ്ത്രീകളെ നഗ്നരാക്കി പെരുവഴിയിലൂടെ നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത് വെട്ടിക്കീറി കൊല്ലുക, അവരുടെ ശരീരാവയവങ്ങൾ പീസായിട്ട് വലിച്ചെറിയുക, അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ട്, ക്രൂരകൃത്യം നടന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാത്ത ഭരണകൂടമാണിത്.
അപ്പോൾ ഇത് അൺഡിക്ലെയർഡ് എമർജൻസി ആയിരുന്നു കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, അതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയോ പുറകിൽ പോയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ കണക്ക് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പുറകിൽ പോയിരിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥിതി ഇല്ല എന്ന് വിദേശ രാജ്യങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ BBC-യുമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ തങ്ങൾക്കെതിരെ പറയുന്നവരുടെ മുഴുവൻ വായ് മൂടിക്കെട്ടിക്കൊണ്ട് മുമ്പോട്ട് പോയ ഒരു ഭരണകൂടമായിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നോക്കുക, ഈ 400-ൽ പരം സീറ്റുകൾ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ, നമുക്ക് ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കഴിഞ്ഞ കുറച്ചു കാലമായി സംശയിക്കുന്ന EVM മെഷീനുമായി ബന്ധപ്പെട്ട് ഉള്ള ചില സംശയങ്ങളുണ്ട്. ഇപ്പൊ VVPAT എണ്ണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതിൽ പോലും ഭരണകൂടം ഇടപെടുന്ന സാഹചര്യമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഐക്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രകടമാണ് ലോക്സഭയിൽ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് ഇത് ബോധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? അവർ മൗനമാചരിച്ചു, അവരിങ്ങനെ ഒരു പ്രതിഷേധം അവിടെ നടത്തിയില്ല. അപ്പോൾ പ്രതിപക്ഷ ഐക്യം ഇവിടെ എന്തുകൊണ്ട് തകർന്നു? ഈ എമർജൻസിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് തകർന്നു? അവർക്ക് താങ്കൾ പറഞ്ഞതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ മതി ഇവിടെ പ്രമേയമായിട്ട്, അത് ചർച്ച ചെയ്താൽ മതി എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വിള്ളൽ വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വിള്ളൽ, എൻ്റെ മഞ്ജുഷ ഇത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. എവിടെ വിള്ളൽ വന്നു? എന്ത് പ്രതിപക്ഷ ഐക്യത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? എമർജൻസിയെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അതൊരു വലിയ സംഭവമാക്കിയെടുത്ത് ഇന്ന് പ്രമേയമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. നമുക്കറിയാം എമർജൻസി, ഇപ്പൊ ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീ ആർ നീലകണ്ഠൻ ഉൾപ്പെടെ പറഞ്ഞല്ലോ, അദ്ദേഹം അതിനെതിരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എതിരുള്ള ആളുകൾ ഉണ്ടായിരുന്നു. CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിന് എതിരായിട്ട് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ DMK അതിനെതിരായിരുന്നു. പിന്നെ അഖിലേഷ് യാദവ് അതിനെ അവരുടെ പിതാവിനെയൊക്കെ ജയിലിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ അതിനെതിരായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ മുന്നണി തകർന്നുവെന്നും ഇതിൻ്റെ അകത്ത് വിള്ളലുണ്ടായി എന്നും ഒക്കെ പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇന്ത്യ മുന്നണി അതിശക്തമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാവും. അതിശക്തമായി തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു പ്രമേയം ഈ പറയുന്ന പോലെ ഇതൊരു സൂത്രമാണ്. അത്തരത്തിലൊരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഭരണമുന്നണിക്ക് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിയും. ആ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഈ എമർജൻസി ആണോ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും കാട്ടിയതാണ്. അതിലൊന്നും കൊത്താതെ മുന്നോട്ട് പോകുവാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. അതുകൂടി അവരുടെ ഈ 235-ൽ എത്തുവാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പം പാർലമെന്റിന് വെളിയിൽ മാത്രമല്ല, പാർലമെന്റിനകത്ത് കാണിച്ച ഏറ്റവും വലിയ അനീതിയല്ലേ ഈ ബില്ലുകൾ പാസ്സാക്കിയ നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബില്ലുകൾ 20ഓളം ബില്ലുകൾ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങളില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ 146 പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതെല്ലാം ഒരിക്കലും ഡിക്ലെയർ ചെയ്യാത്ത രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട്, പ്രതിപക്ഷ ശബ്ദം ഈ അത് തന്നെയാണ് ഇവരുടെ ഭയം. അത് തന്നെയാണ് ഇവരുടെ ഭയം എന്ന് പറയുന്നത്. ഇപ്പോൾ അംഗസംഖ്യ കൂടിയെന്നും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിശക്തമാണ് എന്നുള്ളതും. ശരി, ശ്രീജിത് പണിക്കർ, ഇവിടെ അനവസരത്തിലായിപ്പോയി ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ന്യായീകരണമായിട്ട് വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസവും പാർലമെന്റിൽ മുഴങ്ങിയത് നീറ്റ് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു. അതേക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. സമകാലിക സംഭവങ്ങളെക്കുറിച്ച് ഒരു പ്രമേയവും അവിടെ വന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു അജണ്ടയുടെ പേരിൽ ഇങ്ങനെ ഒരു പുറമേക്ക് പ്രതിപക്ഷ ഐക്യമില്ല, അത് ഏത് സമയത്തും തകരാവുന്ന ഒന്നാണ് എന്ന ഒരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വശത്ത് സമവായത്തിൻ്റെ ഭാഷ പറയുമ്പോഴും മറുവശത്ത് ഇങ്ങനെയുള്ള ഭിന്നിപ്പിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തന്ത്രപരമായ നീക്കം അതിൽ കൊത്തില്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. ഇന്ന് KC വേണുഗോപാലും ഈ രീതിയിൽ സംസാരിച്ചിരുന്നു. ഇതൊന്നും ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും പാർലമെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഒറ്റക്കെട്ടായി ഞങ്ങൾ വരുന്നു, വന്നതിന് ശേഷവും ഞങ്ങൾ കൂടിയാലോചന നടത്തുന്നു, അങ്ങനെ തന്ത്രങ്ങൾ രൂപീകരിച്ചേ ലോക്സഭയിലേക്ക് ഞങ്ങൾ വരികയുള്ളൂ എന്നാണ്. നോക്കൂ, ഇത് ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോളൂ. അതായത് ഇപ്പോൾ ഭരണകക്ഷി പ്രതിപക്ഷത്തിനെ ഭിന്നിപ്പിക്കാനായിട്ട് ഒരു വിഷയം എടുക്കുന്നു. ഭിന്നിപ്പിക്കാൻ അവർക്ക് ശ്രമിക്കാം, ഭിന്നിപ്പിക്കാൻ സാധിക്കില്ലല്ലോ.
ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത് ആരൊക്കെയാണ്? കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെല്ലാം എവിടെയാണ്? അപ്പോൾ അവരുടെ ജനാധിപത്യ മൂല്യം എന്താണ്? അടിയന്തരാവസ്ഥയെ അവരെങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നും റെലവെന്റ് ആണ് എന്നുള്ളത് അവർ കാണുന്നുണ്ടോ? 50 വർഷം പൂർത്തിയാകുന്ന ഒരു വേളയിലത്തേക്ക് വരുമ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മുടെ പാർലമെന്റിൽ അതിനെപ്പറ്റി അവതരിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത അവർക്കുണ്ടല്ലോ. അതെന്താണ് കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ കഴിയും? അപ്പോൾ ഭിന്നിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം, പക്ഷെ ഭിന്നിക്കണമെങ്കിൽ അവർ തന്നെ വിചാരിച്ചാലേ പറ്റൂ. ഇത് ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു ആശയത്തിനോടുള്ള ഒരു വിയോജിപ്പോ അതിലുണ്ടാകുന്ന ഒരു ഭിന്നതയെ ഇവർക്ക് ഗുണമാക്കാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠനാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ബാബറി മസ്ജിദ് പോലെയുള്ള വിഷയത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഗാന്ധി വധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഇതെല്ലാം തന്നെ ഈ 3 വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ അനേകം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മണിപ്പൂരിലേത് ഉൾപ്പെടെയുള്ള പല കലാപങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇവിടെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല ഇവിടെ വിഷയം. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഭരണഘടനയെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പല പദ്ധതികളും കൊണ്ടുവന്നുകൊണ്ട് പൗരാവകാശങ്ങളെ രാജ്യമൊട്ടാകെ ഇല്ലാതാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി വധത്തിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ BJPക്ക് ആ പ്രമേയത്തെ അനുകൂലിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. അല്ല, അത് എന്തുകൊണ്ട് അവർക്ക് കഴിയില്ല? ഗാന്ധി വധത്തിന്റെ ദിവസം അവരാരും ഗാന്ധിയിലെ റിമംബറൻസിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഏജൻസി BJPക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ BJPയുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും അതിൽ കുറ്റക്കാരായിട്ട് കണ്ടിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അന്ന് RSS നിരോധിക്കപ്പെട്ടതും പിന്നീട് പട്ടേലിനും നെഹ്റുവിനും ആ നിരോധനം പിൻവലിക്കേണ്ടി വന്നതും എന്തിന്റെ പേരിലാണ്? അപ്പോൾ നിങ്ങൾക്കൊരു ഏജൻസിയെ സസ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് എൻക്വയറി നടത്താം, നിങ്ങൾക്ക് അതിന്റെ പേരിൽ റിപ്പോർട്ട് കിട്ടാം. പക്ഷേ ആ റിപ്പോർട്ടിൽ നിങ്ങളുടെ സസ്പെഷൻ എന്താണോ അത് സാധൂകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെയും അത് പറയുന്നതിന്റെ സാങ്കത്യം അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പൊ ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥ നടന്നിട്ട് 50 വർഷമായി, അത് പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണോ സസ്പെക്ട് ചെയ്തിരുന്നത് അവരെ പുറത്തുവിട്ടതിന് ശേഷവും ഞങ്ങൾ അതേ ആരോപണം വീണ്ടും ഉന്നയിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് ഉണ്ടായി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ CBIയും SITയും ഒക്കെ തന്നെ അത് അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരാത്തിൽ കുറ്റമില്ലായിരുന്നു എന്ന രീതിയിലത്തേക്ക് ഈ ഏജൻസികൾ കണ്ടെത്തി. പിന്നീടുണ്ടായിരുന്ന പല കമ്മീഷനുകളും അത് കണ്ടെത്തി. അത് ഭരിക്കുന്ന സമയം ആരാണ്? കോൺഗ്രസ് ആണ് അധികാരത്തിൽ. എന്നിട്ടാണ് അദ്ദേഹം ക്ലിയർ ചെയ്യപ്പെടുന്നതും അദ്ദേഹം പിന്നീട് ഈ കാര്യത്തിലേക്ക് വരുന്നതും. ഇന്നും കോൺഗ്രസ് പക്ഷെ പറയുന്നത് എന്താണ്? ഗുജറാത്ത് വധവുമായി ബന്ധപ്പെട്ടതിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് എന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് അനുകൂലമാക്കുന്ന വിഷയങ്ങളിൽ എത്ര പഴയ വിഷയങ്ങൾ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നമുക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പറഞ്ഞു, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ദിവസം എല്ലാ വർഷവും നരേന്ദ്രമോദി അവർക്ക് റെസ്പെക്ട് കൊടുക്കാറുള്ളതാണ്. തന്നെയുമല്ല, അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അദ്ദേഹം ബലിദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ബലിദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കൂടി നിലപാടാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും, ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയുടെ പേരിൽ എതിർത്തവർക്കും അനുകൂലിച്ചവർക്കും എല്ലാവർക്കും അവരുടെ വധം എന്ന് പറയുന്നത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതാണോ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു സൂപ്പർലേറ്റീവ് കാര്യം, അതായത് ഇപ്പോൾ ഏതെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലത്തിനെ പറ്റിയാണ് പറയുന്നത്. ഏതെങ്കിലും ആളിനെ അറസ്റ്റ് ചെയ്തോ? ഇപ്പൊ സ്റ്റാൻ സ്വാമിയുടെ ഉദാഹരണം പറഞ്ഞു. ശരി, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിരവധി ആൾക്കാർക്ക്, 10,000-കണക്കിന് ആൾക്കാർക്ക് ആ അവസ്ഥ ഉണ്ടായിരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആരുടെയെങ്കിലും പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടോ? ഉണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 100% ജനവിഭാഗങ്ങളുടെയും പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിനോടൊപ്പമാണ് ഭരണഘടനയെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനം ഉണ്ടായത്. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന സമയത്ത് ഏതോ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഇനിയും അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് പൂർത്തിയായോ? ഞാനൊരു കാര്യം പറയട്ടെ, 1919 മറ്റോ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളത് മറന്നിട്ടുണ്ടോ? ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷവും ഏതോ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ആ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിനു ശേഷം അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കരുത് എന്നല്ല പറഞ്ഞത് ശ്രീജിത് പണിക്കർ. അതല്ലല്ലോ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട അടിയന്തര വിഷയം എന്നാണ് പറഞ്ഞത്. അതാണ് രണ്ടുപേരും പറഞ്ഞത്. അതാണ് കാരണം നീറ്റ് നെറ്റ്
ഈ ഇഷ്യൂ ഒക്കെ ഉള്ള സമയമാണിത്. അല്ല, അത് ഉന്നയിക്കാം. അതിനാണല്ലോ പ്രതിപക്ഷം ഇവിടെ ഇരിക്കുന്നത്. ഭരണകക്ഷി അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ അത് പറയാനാണല്ലോ പ്രതിപക്ഷം ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂൺ 25-നും ജൂൺ 26-നും എന്തായിരുന്നു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്നും അതിന്റെ 50-ാം വർഷത്തിലേക്ക് പോകുമ്പോൾ എന്താണ് എന്നുള്ളതുമാണ്. താങ്കൾ ഇവിടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ശശി തരൂർ തന്നെ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ ഇന്ത്യക്ക് റെപ്പറേഷൻസ് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ്. എന്നാൽ ഇതേ ശശി തരൂർ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭൂതകാല സ്മരണകൾ അല്ലെങ്കിൽ വിഭജനവുമായി ബന്ധപ്പെട്ട, ജാലിയൻ വാലാബാഗ് ആണെന്ന് തോന്നുന്നില്ല, വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ എന്ന് പറഞ്ഞു വന്നിരുന്ന സമയത്ത് അതിനെ എതിർത്തു. പക്ഷേ അതേ ശശി തരൂർ തന്നെ UN-ൽ അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള റിമംബറൻസ് ഡേ കൊണ്ടുവരാനായിട്ട് മുൻകൈയെടുത്ത ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ, താങ്കൾ ഇപ്പോൾ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ദീപ്തിയിലേക്ക് പോയതിനു ശേഷം ദീപ്തി എന്തോ ഒരു ഒബ്ജക്ഷൻ താങ്കൾ സംസാരിച്ച സമയത്ത് എന്തൊരു തർക്കം പറഞ്ഞു, ദീപ്തി ഒരു തർക്കം പറഞ്ഞു, അതുകൂടി കൂട്ടി പറയാം. ശ്രീത് ഒരു സെക്കൻഡ് ദീപ്തി എന്തോ പറയാൻ വന്നു, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നു പിന്നെ എമർജൻസി എന്നൊരു വാക്ക് പറഞ്ഞു. ഇന്റേണൽ സെക്യൂരിറ്റിയും പ്രിവി പേഴ്സിനെ പറ്റിയും ജയപ്രകാശ് നാരായണനെ പറ്റിയും പറഞ്ഞു. രാജ്നാരായണനെ പറ്റി പറഞ്ഞില്ല. രാജ്നാരായണനെ പറ്റിയും അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെയും പറ്റി പറഞ്ഞില്ല. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടത് എന്നതിനെ പറ്റി പറഞ്ഞില്ല. അതുമാത്രം എന്താണ് പറയാതിരുന്നത്? ഈ പറഞ്ഞ അതേ ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞതാണ് ഒരു ട്രാഫിക് ടിക്കറ്റിനോ മറ്റോ ഒരു പ്രധാനമന്ത്രിയെ ഫയർ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമായി പോയി എന്ന്. അപ്പൊ അവർക്ക് ബയാസ് ഇല്ല. ഇനി പറഞ്ഞു. ശരി ദീപ്തി. അല്ല, അത് സൗകര്യപൂർവ്വം മറന്നൊന്നുമല്ല, അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചർച്ച നടത്തുന്ന കാര്യം, ഈ എമർജൻസി പീരീഡിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചല്ലോ. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഞാനത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് പറയാൻ കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. എമർജൻസി ഡിക്ലെയർ ചെയ്തത് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു സംശയവും വേണ്ട. പിന്നെ അങ്ങനെ ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അത് മോശമായ കാര്യമാണെങ്കിൽ, അനീതിയാണെങ്കിൽ, തീർച്ചയായിട്ടും അതന്ന് ഭരിക്കുന്ന ഭരണകൂടം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരത്തിൽ അനീതി ആകുമെന്നോ ഇത്തരത്തിൽ അനീതികൾ നടക്കണമെന്നോ ഇപ്പോൾ ചെയ്യുന്നത് പോലെ, ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഏറ്റവും വിശ്വാസ്യതയോടെ കണ്ടിരുന്ന രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ പോലും വ്യഭിചരിച്ച ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ, IAS-കാരെ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് അതിലേക്ക് വെക്കുന്നു. എന്ത് സുതാര്യതയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷന്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്ത് സംഭവിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കരുത്. ഇന്ന് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്, ഈ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി പിന്നീട് പറഞ്ഞിട്ടുള്ള അത് അന്ന് സംഭവിച്ച പല കാര്യങ്ങളും അന്ന് ചെയ്ത് ശരിയായില്ല. എമർജൻസി ഡിക്ലെയർ ചെയ്ത് തെറ്റായി എന്നല്ല അവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞത് അന്ന് സംഭവിച്ച പല കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വളരെ പിന്നെ എന്താ പറയുക, അതിനെ അത് മറ്റുള്ള മോശമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പർപ്പസ്ഫുള്ളി വിചാരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് കരുതാൻ ഇവിടെ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പ്രമേയം ഇവിടെ അവതരിപ്പിച്ചതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ്, അതൊരു PR വർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പരിധിവരെ ഞാൻ അംഗീകരിച്ചു തരാം, ഇപ്പോൾ എമർജൻസിയോട് താല്പര്യമില്ലാതിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എമർജൻസിയോട് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ആളുകൾ അതിൻ്റെ അകത്ത് വിഭിന്നമായ അഭിപ്രായമായിരിക്കും ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി
നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന് രാജ്യത്തിന് എന്താണ് ഗുണമുള്ളത്? ഇന്ത്യയുടെ പാർലമെന്റ് പുതുതായി ചേരുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് അവതരിപ്പിക്കുന്ന ഒരു പ്രമേയത്തിന്, സ്പീക്കർ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയത്തിന് ഈ രാജ്യത്തിന് അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ രാജ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു നേട്ടവുമില്ലാത്ത, എന്നാൽ ഇതിനേക്കാൾ വേഴ്സായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് ഇവിടെ BJP കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുണ്ടായിരിക്കുന്ന, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഞാൻ സ്റ്റാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞതിനെയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിനും അപ്പുറം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പീഡന കേസിൽ ഹത്രാസിൽ സംഭവിച്ചത്, ഉന്നാവോയിൽ സംഭവിച്ചത്, പീഡന കേസിലെ പ്രതിയെയും ആ സാക്ഷികളെയും മുഴുവൻ കൊന്നുകളഞ്ഞത് ഒരു ഭരണകൂടമാണ്. UP യിൽ ഇന്ന് BJPക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് മുഴുവൻ അവിടെ ചെയ്തു കൂട്ടിയ നീതികേടുകളുടെ ഒരു റിസൾട്ടാണ്. ഈ രാജ്യം മുഴുവൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ വെറുപ്പിന്റെ രാജ്യത്ത് സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് പറഞ്ഞ് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും നടത്തിയ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വലിയ അംഗീകാരം UP എന്ന് പറയുന്നത് BJPക്ക് ഇല്ലാതായ സാഹചര്യം. അതിനകത്ത് മറ്റ് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടാകാം. ഒരുപക്ഷെ നരേന്ദ്രമോദിയും അവിടുത്തെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകാം. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ജനങ്ങളെതിരായിരിക്കുന്നു. ജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ ഏതൊക്കെ തരത്തിലാണ് നേരിടേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നേരിടുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഇന്ത്യ മുന്നണിയെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി ശരി ശ്രീ CR നീലകണ്ഠൻ, ഈ എമർജൻസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഐക്യമുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കുവാൻ എടുത്ത ആ പൊടുന്നനെ എടുത്ത ആ ഒരു തീരുമാനമുണ്ടല്ലോ, അതിൽ TMCക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഡെറിക് ഒബ്രിയാനുമായി സംസാരിച്ചത് തീർത്തു എന്ന് KC വേണുഗോപാൽ പറയുകയാണ്. അപ്പോൾ ഈ ചില്ലറ മുറുമുറുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടികൾ വിട്ടുപോകുമോ എന്ന് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിരിക്കുകയാണല്ലോ. NDAയിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, ഇന്ത്യ സഖ്യം ഇങ്ങോട്ടും നോക്കുന്നുണ്ട് NDAയിൽ നിന്ന് ആരെ അടർത്തിയെടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും അടർന്നു വീഴാവുന്ന കക്ഷികളായിട്ട് ഈ രണ്ട് സഖ്യത്തിലെയും ആളുകൾ മാറുകയാണോ? അതോ താങ്കൾ NDAയെ മാത്രമേ ഇക്കാര്യത്തിൽ കൊഴിഞ്ഞു പോകാവുന്ന ഒരു സഖ്യമെന്ന കൂട്ടത്തിൽ പെടുത്തുന്നുള്ളൂ? ഞാനൊരു പ്രഡിക്ഷനും ഇക്കാര്യം നടത്തില്ല, അതവിടെ നിൽക്കട്ടെ. എന്റെ പ്രധാന പോയിന്റ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇൻ ടോട്ടൽ എടുത്താൽ അതിലുള്ള മെസ്സേജ് എന്താണ്? വളരെ കൃത്യമായും ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷം വേണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ടോട്ടൽ എടുത്താൽ അതിപ്പോ UP എടുക്കാം, ബീഹാർ എടുക്കാം, കേരളം എടുക്കാം, ഗുജറാത്ത് എടുക്കാം, എല്ലാം ചേർന്നാൽ ഇതിനു മുമ്പ് പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അടക്കം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ TMC അടക്കം ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. ആദ്യത്തെ കാര്യം അതായത് ഇതൊക്കെ ചാൻസിന്റെ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് TDP ആയിട്ടുള്ള സഖ്യം BJP ഉണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിലാണ്. ആ സഖ്യം ഇന്ത്യ മുന്നണിയാണ് ആദ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് തന്നെ മാറിപ്പോകുമായിരുന്നല്ലോ. ആന്ധ്രയിൽ 28 സീറ്റ് ഏതർത്ഥത്തിൽ നമ്മൾ എങ്ങനെ മാറിപ്പോകും? അത് ചിലപ്പോൾ BJPക്ക് ഒരു സീറ്റും കിട്ടില്ല TDP ഇല്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ ആ 28 സീറ്റ് അവിടെ കുറയുകയും ആ 28 സീറ്റ് ഇവിടെ കൂടുകയും ചെയ്യും. നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ ഈ മുന്നണിയിൽ നിന്നാണ് വിട്ടുപോയ ആളാണ്. നിതീഷ് കുമാർ, ഞാൻ പറഞ്ഞത് ഇഫ് ആൻഡ് ഡൗൺ, ഇഫ് ആൻഡ് എന്താ പറയാ, അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, നമുക്ക് അതൊക്കെ പറയാൻ രാഷ്ട്രീയത്തിൽ. പക്ഷെ പ്രധാന പ്രശ്നം എന്താ? ഇന്ത്യ മുന്നണി വന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ BJP ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടിയാണ്. അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ തൃപ്തരല്ല, നിങ്ങൾ 10 വർഷം നടത്തിയ തൃപ്തരല്ല, ഇനി നിങ്ങൾക്ക് പഴയതുപോലെ മുമ്പോട്ട് പോകാനാവില്ല, അതുകൊണ്ട് യു ഷുഡ് ബി കെയർഫുൾ. അതാണ് മുന്നണി രാഷ്ട്രീയം. മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ഞാനിന്മേൽ കളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോ മൻമോഹൻ സിംഗ് 10 വർഷം ഇന്ത്യ ഭരിച്ചു, കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 10 വർഷം ഇന്ത്യ ഭരിച്ചു, കോൺഗ്രസ് പല കക്ഷികളെയും ചേർത്തിട്ടാണ് കോൺഗ്രസ് ഭരിച്ചത്. അതുവരും ആ ബാലൻസ് പൊളിഞ്ഞാൽ ആ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചല്ലോ പ്രതിപക്ഷം. അന്ന് CPM പോലും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. പക്ഷെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. എന്താ കാര്യം? അവർക്കാണ് കൂടുതൽ എണ്ണം. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ ആ അർത്ഥത്തിലല്ല പറയും.
പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇതൊക്കെ പതിവാണ്. ഇത് ലോകത്ത് ആദ്യം ഉണ്ടാവുന്ന സംഭവമല്ല, ഇന്ത്യയിൽ ആദ്യം ഉണ്ടാവുന്ന സംഭവമല്ല. ഇനി ഉണ്ടാവും, കക്ഷികൾ മാറും, ഒക്കെ വരാം. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, മുമ്പും കേട്ടിട്ടുള്ളതാണ്, സമവായത്തോടുകൂടി സഭ മുന്നോട്ട് കൊണ്ടുപോകും, രാജ്യത്തെ നയിക്കുവാൻ സമവായമാണ് വേണ്ടതെന്ന്. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ, മുൻപും കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ സമയത്തും ഇതേ കാര്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു. പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട്, അതായത് രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷം വേണം, പക്ഷെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി സമവായവും സഹകരണവുമാണ് വേണ്ടത്, അത് ചെയ്യുമെന്ന്. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് 2 ദിവസം കൊണ്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞുവല്ലോ. എന്ത് സമവായമാണ് ഇവിടെ ഉണ്ടായതെന്ന്? മഞ്ജുഷേ, ജനാധിപത്യം എന്ന് പറയുന്നത് ഏകകക്ഷി ആധിപത്യമോ ഭൂരിപക്ഷത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതോ അല്ല. അവിടെ തന്നെയാണ് പ്രശ്നം. ജനാധിപത്യത്തിൽ സംവാദത്തിന് ഇടമുണ്ട്. ഒരംഗമുള്ള ഒരു പാർട്ടിക്ക് പോലും അവരുടെ അഭിപ്രായം അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ. അതാ ജനാധിപത്യം. നമ്മള് ഭൂരിപക്ഷം ഉണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങളൊന്നും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കണ്ട. നമ്മുടെ പാർലമെന്റ് വേണ്ടത് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പ്രസിഡന്റിഷ്യൽ ഭരണത്തിലുണ്ട്. പ്രസിഡന്റ് ജയിച്ചു പോയി കഴിഞ്ഞാൽ, പക്ഷെ അവിടെ പാർലമെന്റ് ഉണ്ടെങ്കിൽ പോലും പ്രസിഡൻഷ്യൽ ഭരണത്തിൽ ഒരിക്കലും ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ പ്രസിഡന്റാണ് ഭരിക്കുന്നത്. അയാൾക്ക് ചെക്സ് ആൻഡ് ബാലൻസ് ചെയ്യുന്ന ഒരു പാർലമെന്റ് ഉണ്ടാവും, പക്ഷെ പ്രധാനമായും പ്രസിഡന്റാണ്. ഇവിടെ അതല്ല. ഇവിടെ പ്രസിഡൻഷ്യൽ സംവിധാനമല്ല ഉള്ളത്, പാർലമെന്ററി ജനാധിപത്യം തന്നെയാണ്. അതിന്റെ സത്ത നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ കൺസെൻസസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അത് ആത്മാർത്ഥമായാണോ എന്ന് അറിയേണ്ടത് ആക്ഷനിൽ നിന്നാണ്. നിങ്ങളുടെ വാക്കിലല്ലല്ലോ. വാക്കുമ്പോ എല്ലാവരും ജനാധിപത്യം പറയും, ഭരണഘടന പറയും, എല്ലാം പറയും. നിങ്ങളുടെ ആക്ഷന് ഇന്ന് ഹിന്ദുവിന്റെ മുഖപ്രസംഗമുണ്ട്, ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻടു ആക്ഷൻ. ആ ആക്ഷനിൽ എങ്ങനെയാ കാണാം? ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ടില്ല. അത് ഒരു തവണ DMK കൊടുത്തു, കഴിഞ്ഞ തവണ കൊടുത്തില്ല. ഇത്തവണ അത് കൊടുക്കുമോ? പ്രത്യേകിച്ചും ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന ഒരു ഒറ്റ കക്ഷി, ഏകകക്ഷി ഭരണമല്ല ഇപ്പോഴുള്ളത്. അത് കൊടുക്കുമോ? അത് കൊടുത്തില്ല. അത് ഞാൻ പറയുന്നത്, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ ഇരുന്ന പ്രതിപക്ഷത്തിന് ഒരാളിരുന്ന അവർക്ക് എന്താ കുഴപ്പം? സാധാരണ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നമുണ്ട്. പ്രശ്നം എവിടെയാ വരിക? ഒരു കാലുമാറ്റം വരുന്നു, ഭരണകക്ഷിയുടെ പ്രതിപക്ഷത്തേക്ക് മഞ്ജുഷി വരെ മാറുന്നു. മാറിക്കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ ഞാനപ്പോ അധികാരത്തിലിരിക്കുന്നെങ്കിൽ, അപ്പൊ ഇതിലിരിക്കുന്നെങ്കിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതില്ല എന്നല്ല പറയും. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറുടെ അധികാരമൊന്നും ഇല്ലല്ലോ. അന്തിമമായി സ്പീക്കർക്കാണല്ലോ അധികാരം. അപ്പൊ ഒരു ജസ്റ്ററാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് സീറ്റ് വേണ്ടതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൊടുത്തില്ല. ഇത്തവണ മോഡിക്ക് പറയാൻ പറ്റും പ്രതിപക്ഷ നേതാവ് പതിവ് കൊടുക്കില്ല എന്ന്? കാരണം പ്രതിപക്ഷത്തുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. 100 സീറ്റിൽ കൂടുതലുള്ള 20% 20 അല്ലെങ്കിൽ 18% സീറ്റുള്ള ഒരു പാർട്ടിയുണ്ട്. 235 പേർ അദ്ദേഹത്തെ പിന്താങ്ങുന്നുണ്ട് പാർലമെന്റിൽ. അപ്പോ ലീഗലി വാലിഡ് ആയ ഒരു ഘട്ടത്തിൽ മോഡി എല്ലാവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അല്ല, ജസ്റ്റർ എന്താ, കൺസെൻസസ് ജസ്റ്റർ എന്താ, ലീഗൽ നമ്മള് കീഴ്വഴക്കങ്ങൾ എന്ന് പറയുന്നത് പുസ്തകത്തിൽ കാണില്ല. പക്ഷേ നമ്മൾ കേട്ടാൽ ഗുഡ് മോർണിംഗ് പറയുന്നതും ഗുഡ് നൈറ്റ് പറയുന്നതും ഒക്കെ ഒരു കീഴ്വഴക്കമാണ്. വേണമെങ്കിൽ പറയാൻ, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരാൾ മുഖത്ത് നോക്കുമ്പോൾ ചിരിക്കാം, ചിരിക്കാതിരിക്കാം, അതൊന്നും നിയമത്തിലില്ല. ചിരിച്ചില്ല എന്നുള്ളതുകൊണ്ട് കേസെടുക്കാൻ പറ്റും. പക്ഷേ അവിടെയാണ് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവുന്നത്. ഒരു ഗവൺമെന്റിന്റെ സ്വഭാവം മനസ്സിലാവുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവം മനസ്സിലാവുന്നത് അദ്ദേഹം ഈ കൺസെൻസസും ജസ്റ്ററിലും കൂടിയാണ്. അത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നതിന്റെ ഒരു സൂചനയാണെങ്കിൽ, ഇപ്പൊ പ്രോട്ടസ്റ്റ് സ്പീക്കർ പ്രതിപക്ഷമായ എന്താ, ഭരണപക്ഷമായ എന്താ വ്യത്യാസം? എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു പോകും. അത് കഴിഞ്ഞ് അയാളുടെ പണി തീർന്നു. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള അതിൽ ഇരിക്കാം, അത്രേ ഉള്ളൂ. പുതിയ സ്പീക്കർ ഇപ്പം മുടിക്കുന്നിൽ സുരേഷ് പ്രോട്ടസ്റ്റ് സ്പീക്കർ ആയതുകൊണ്ട് NDAക്കുള്ള ഭൂരിപക്ഷം ഒന്നും കുറയാൻ പോകുന്നില്ല. ഓം ബിർള തന്നെ ജയിക്കും. നാളെ കൊടിക്കുന്നിൽ സുരേഷ് ഒരു പക്ഷേ സ്പീക്കർ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഒഴിയേണ്ടി വരും. ഇന്നത്തെ പോലൊരു മത്സരം. പക്ഷേ അവിടെയാണ് ജസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രതിപക്ഷവുമായി സംസാരിക്കുമ്പോൾ, ശരി, ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ശരിയാണ് ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നതിന്റെ സൂചന ആദ്യ ദിവസങ്ങളിൽ തന്നെ നൽകുകയാണല്ലോ ഈ 2 ഉദാഹരണങ്ങളിൽ കൂടി, അല്ലേ? അല്ല, നോക്കൂ, ഇവിടെ ശ്രീ CR നീലകണ്ഠൻ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നിപ്പോവുക പ്രതിപക്ഷ നിർമ്മാണം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ, അല്ല, താങ്കൾ പറയുന്നത് കേട്ടാൽ എങ്ങനെ തോന്നുമെന്നാണ്. ഞാൻ ഉദാഹരണം പറയാം. താങ്കൾ പറഞ്ഞത് കേട്ടാൽ എങ്ങനെ തോന്നുമെന്നാണ്. താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറയുന്നത് കേട്ടാൽ എങ്ങനെ തോന്നും, ഉദാഹരണം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടതിന്റെ കുഴപ്പമായിരിക്കാം. ഞാൻ പറഞ്ഞു, ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ ഒരു പ്രയോഗം ഇതാണ്. രാഹുൽ കഴിഞ്ഞ തവണ
പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇത്തവണ മോദിക്ക് വിചാരിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയുമോ എന്ന്. കഴിഞ്ഞ തവണ മോദി വിചാരിച്ചിട്ട് കൊടുക്കാത്തതല്ല, അതിനുള്ള അർഹതയില്ല. 543 അംഗങ്ങളുള്ള ഒരു സഭയിൽ അതിന്റെ 10% ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷമുള്ളൂ. അപ്പോൾ പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒരാൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നിർമ്മാണം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണോ? അല്ല. അത് വേണമെങ്കിൽ അവർ മത്സരിച്ചിട്ട് ജയിക്കണം. അപ്പൊ ഇത്തവണ ഇത് കിട്ടി. അപ്പൊ ഇത്തവണ നരേന്ദ്രമോദിക്ക് വേണ്ടാന്ന് പറയാൻ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല. അതിനുള്ള അർഹത കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിരുന്നില്ല, ഇത്തവണ അത് നേടി. നേരെ മറിച്ച് ഇത്തവണ ഭൂരിപക്ഷം കിട്ടുന്നത് NDAക്ക് ആയിരുന്നു, അല്ല പിന്നെ ഇന്ത്യ സഖ്യത്തിനായിരുന്നുവെങ്കിലോ അവർ പ്രധാനമന്ത്രിയായി തീരുമാനിക്കുമായിരുന്നു. അപ്പൊ എന്ത് പറയും? ഇത്തവണ പിന്നെ നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുമോ പ്രധാനമന്ത്രി ഇല്ല എന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞല്ലോ പ്രധാനമന്ത്രി തരില്ല എന്ന്. അദ്ദേഹത്തിന്റെ മുന്നണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അവർ അധികാരത്തിൽ വരുന്നു, അവർ തീരുമാനിക്കുന്നു. പ്രോട്ടൈം സ്പീക്കറുമായി ബന്ധപ്പെട്ട് നോക്കൂ, നമ്മൾ അതിന്റെ നിയമാവലികളെല്ലാം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സീനിയർ മോസ്റ്റ് പേഴ്സൺ എന്നൊന്നും എഴുതിയിട്ടില്ല. സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സീനിയർ മോസ്റ്റ് എന്നൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ തന്നെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള പല സഭകളിലും ഈ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മാത്രമല്ല, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മാത്രമല്ല. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാന നിയമസഭകളിലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നാണ്. പക്ഷെ അത് മറ്റൊരു കാര്യമാണ് ശ്രീ പണിക്കർ, ഈ സമവായവും സഹകരണവും പറയുമ്പോൾ അതുകൊണ്ട് മറ്റു ചെലവുകളൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് ഒരാൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന യുക്തിയിൽ ഒരു പ്രശ്നമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ NDA സഖ്യത്തിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഈഫ്സ് ആൻഡ് ബട്ട്സ് കണക്കുകളാണ് പറയുന്നത്. അതായത് ഇപ്പോ പിന്നെ ആന്ധ്രയിൽ TDPയുമായി ചേർന്നിട്ട് നരേന്ദ്രമോദി ആയിരുന്നില്ല, ഇന്ത്യ സഖ്യമായിരുന്നു അവിടെ പിന്നെ രൂപീകരിക്കുന്നത് എങ്കിൽ ഒരു 28 അദ്ദേഹം പറഞ്ഞത് 18 സീറ്റുകൾ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുമായിരുന്നു? നിതീഷ് കുമാർ ഒരു സമയത്ത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അയാളെ നിലനിർത്താനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമായിരുന്നെങ്കിൽ BJPക്ക് ഇത് കിട്ടുമായിരുന്നോ? അത് ഈ ഈഫ്സ് ആൻഡ് ബട്ട്സിന്റെ കണക്ക് എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഉദ്ധവ് താക്കറെയെ കൂടെ വിടാതിരുന്നിരുന്നുവെങ്കിൽ BJPക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടില്ലായിരുന്നോ? NCPയുടെ ശരത് പവാറുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തിട്ട് NCPയെ മൊത്തം നിർത്തിയിരുന്നെങ്കിലോ? പലപ്പോഴും ആശയപരമായിട്ട് ഇവരെ പിന്തുണച്ചിട്ടുള്ള YSR കോൺഗ്രസിനെയോ BJDയെയോ ഒപ്പം നിർത്തിയിരുന്നെങ്കിലോ? അപ്പൊ വീണ്ടും ഇവർക്ക് തന്നെ കിട്ടില്ലേ? അപ്പൊ ഈഫ്സ് ആൻഡ് ബട്ട്സ് ഒന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റും പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് സർക്കാരിനെ ആരോപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ശ്രീമതി ദീപ്തി തന്നെ ഇവിടെ BBCയുടെ അടക്കം ഉദാഹരണം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് BBC എത്ര തവണ നിരോധിച്ചിട്ടുണ്ട്? ഇപ്പോ ഫാൻഡം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ്, കൽക്കട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ്, ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അന്ന് തെരുവിൽ ആൾക്കാർ കിടക്കുന്നു കൽക്കട്ടയിലും മറ്റും എന്ന് പറഞ്ഞിട്ട് BBC പിന്നെ 2 ഡോക്യുമെന്ററി കാണിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ BBCയെ നിരോധിച്ച ആ സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അടിയന്തരാവസ്ഥ നടന്നിരിക്കുന്ന സമയത്ത് പിന്നെ BBC എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ഓപ്പറേഷൻസ് നിർത്തി ഇവിടെ ഉണ്ടായിരുന്ന മാർക്ക് ട്രൂലി, പിന്നീട് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ ആളാണ്, ആ റിപ്പോർട്ടർ 24 മണിക്കൂറിനകം ഇന്ത്യ വിട്ടു പോകണമെന്ന് ഇൻഡാസ് ഇറക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. കിഷോർ കുമാറിന് അടിയന്തരാവസ്ഥ കാലത്ത് എയർ ഇന്ത്യ നമ്മുടെ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ട് പാടാൻ പറ്റില്ല എന്ന് നിയമം ഉണ്ടാക്കിയതും അങ്ങനെയുള്ള പിന്നെ നിയന്ത്രണങ്ങൾ നൽകിയതാണ്. ദീപ്തി ഒന്ന് മറുപടി. അതായത് BJPക്ക് അല്ല, ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രഥമ പ്രധാനമന്ത്രി ആരെയായിരുന്നു പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി പറഞ്ഞത്? 16 സീറ്റ് ഉണ്ടായിരുന്ന AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായ ഇന്ത്യയുടെ പാർലമെന്റ് ആണ് ഇന്നും ഉള്ളത് എന്നൊന്നും ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു മിനിറ്റ്, BJPയെ സംബന്ധിച്ച് ഇപ്പോ BJD പറയട്ടെ, BJP BJPയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോ BJD എന്ന് പറയുന്ന പാർട്ടി പോലും ഇപ്പോ 9 രാജ്യസഭ അംഗങ്ങളെ 9 രാജ്യസഭാ അംഗങ്ങളെ AK ഗോപാലന്റെ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ സഭയിലേക്ക് പാർലമെന്റിലേക്ക് ഇരച്ചു കയറി വരുന്ന നെഹ്റുവിനെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ശ്രീജി അങ്ങനെ പറയല്ലേ. പ്രതിപക്ഷ ബഹുമാനം ഇത്രത്തോളം ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പറയുന്നത് RSS നേതാക്കന്മാരെ പോലും, സംഘപരിവാർ നേതാക്കന്മാരെ പോലും, അതാണ് ഞാൻ പറയുന്നത്, സംഘപരിവാർ നേതാക്കന്മാരെ പോലും
ദേശീയ ഗവൺമെന്റിൽ ഉൾപ്പെടുത്തുവാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് കേൾക്കുന്നില്ല. അടുത്ത പോയിന്റ് BBC-യുടെ കാര്യം താങ്കൾ പറഞ്ഞതിന് ശ്രീജിത്ത് മറുപടി നൽകിയിരുന്നു. ഞാൻ പറഞ്ഞത് AK ഗോപാലൻ എന്ന് പറയുന്ന ഞാൻ പറയുന്നത് നിസാര സീറ്റ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നല്ലോ അതിന്റെ നേതാവായിരുന്ന AK ഗോപാലന്റെ പ്രസംഗം പോലും വളരെ സസൂക്ഷ്മം കേൾക്കുകയും അത് കേൾക്കാൻ തയ്യാറായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശ്രീജിത്ത്. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം ഇക്കാലം അത്രയും ഈ രാജ്യത്ത് നിലനിന്നത്. ഈ കാലം അത്രയും എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉടലെടുത്തത്? ദേശീയ ഗവൺമെന്റിൽ സംഘപരിവാർ നേതാക്കന്മാരെ ഉൾപ്പെടുത്തുവാൻ നെഹ്റു തയ്യാറായതുകൊണ്ടാണ്. ആ ജനാധിപത്യ സംസ്കാരമാണ് ഈ രാജ്യത്തിനുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, നെഹ്റുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണുള്ളത്. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഒരു സിനിമയിലൂടെയാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചു തരും. ഇപ്പോൾ തന്നതൊന്നുമല്ല, ഇതിനും അപ്പുറം ജനങ്ങൾ തിരിച്ചു തരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോക്സഭയിലെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടുവെന്ന് 53% പ്രേക്ഷകർ, ഇല്ല എന്ന് 44%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.